പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നടക്കുമ്പം അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും ഇട്ടൊന്ന് കോലിട്ട് ഇളക്കാവോ എന്നോർത്ത് ജലജ പറയുവാണ്, ഈ വീടിപ്പം തലകീഴ് മറിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് മുമ്പേ ആദർശിനൊരു കുട്ടിയുണ്ടായി, എന്നിട്ടും ഈ വീട്ടിലുള്ള ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ പ്രശ്നത്തെ കൊഴുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിരുന്ന് സംസാരിക്കുന്ന ജയനെയും ദേവേനെയാണ് കാണിക്കുന്നത്. അന്നേരം ജയൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ സ്വഭാവമൊക്കെ ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട്. അച്ഛനൊരു വലിയ അസുഖം വന്നതിന് ശേഷം മനസ്സും രീതികളും എല്ലാം മാറി എന്ന് പറയുക. പിന്നീട് വേണുവിനെ ഡീൽ ചെയ്യുന്ന നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദ്യമേ തന്നെ ഈ കേസ് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എൻ്റെ എനിക്ക് സ്റ്റേഷനിൽ കിടക്കേണ്ട കാര്യമൊന്നും വരില്ലായിരുന്നു, ഞാനത് മുളയിലെ നുള്ളിയേനെ എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറെ 10 കോടി കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുകയില്ല, ഒരു 15 കോടി തന്നാലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആവില്ല എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എത്ര കോടിയാണ് വേണ്ടത് എന്ന് മുത്തശ്ശൻ ചോദിക്കും. അന്നേരം പറയുവാണ്, ഞങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 20 കോടിയെങ്കിലും വേണം എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ അത് കൊടുക്കാം എന്ന് പറയുവാണ്. പിന്നെ കേസ് പിൻവലിക്കണം എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ചെക്ക് ഒപ്പിട്ട് കയ്യിലോട്ട് തരുന്ന ആ നിമിഷം ഞങ്ങൾ ഈ കേസ് പിൻവലിക്കും എന്ന് പറയുന്നു. അന്നേരം മുത്തശ്ശൻ വക്കീലിനോട് പറയുന്നുണ്ട്, അതെ, തൻ്റെ മുന്നിൽ വെച്ചാണ് ഇയാൾ പറഞ്ഞത് ഇയാൾക്ക് കൊടുക്കാൻ പോകുന്നത്, കണ്ടോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് കരണം തീർത്ത് ഒരെണ്ണം അങ്ങ് കൊടുക്കുകയാണ്. ഒരെണ്ണം കൊടുക്കുന്നതേ കറങ്ങി താഴോട്ട് പോയി വീഴും. ഇത് കണ്ട് ചാടി എഴുന്നേൽക്കുന്ന വക്കീലിനെയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.